നമസ്കാരം. മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും. ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ്. എമ്പുരാനാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പൃഥ്വിരാജിന്റെ സംവിധാനം, മോഹൻലാലിന്റെ സാന്നിധ്യം, ആദ്യ ഭാഗം ലൂസിഫറിന്റെ വിജയം തുടങ്ങി എമ്പുരാനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏറെയാണെങ്കിലും ഇതിലൊരു ഘടകം മഞ്ജു വാര്യരുടെ സാന്നിധ്യം തന്നെയായിരുന്നു. കുറഞ്ഞ സീനുകളിൽ മാത്രമേ വരുന്നുള്ളൂവെങ്കിലും എമ്പുരാൻ എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ വന്ന സീനുകളെല്ലാം പവർഫുൾ ആയിരുന്നു. അത്രയും വലിയ നടന്മാർക്കൊപ്പം മാറ്റുരച്ച മലയാളത്തിന് സൂപ്പർ ലേഡി പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത്. തിരിച്ചുവരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ലൂസിഫറിലേത്. പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങിയിരുന്നു. സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ഇത്. എമ്പുരാനിൽ പ്രിയദർശിനിയായി മഞ്ജു എത്തിയപ്പോഴും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റില്ല. വളരെ ശക്തമായ കഥാപാത്രത്തെ തന്നെയാണ് രണ്ടാം വരവിലും മഞ്ജു അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ ദ മൈക്ക് ഫാക്ടർ എന്ന യൂട്യൂബ് ചാനലിൽ എത്തി മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. എമ്പുരാന്റെ വിശേഷങ്ങളാണ് മഞ്ജു കൂടുതലും പങ്കുവയ്ക്കുന്നത്. തന്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും മികച്ച സീനുകളിൽ ഒന്നാണ് എമ്പുരാൻ എന്ന് മഞ്ജു വാര്യർ പറയുന്നു. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ മുതൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. അപ്രതീക്ഷിതമായി ആ കോൾ വന്നപ്പോൾ ഏറെ എക്സൈറ്റ്മെന്റ് ആയി തോന്നി. പൃഥ്വിരാജ് തന്നെയാണ് ഫോണിൽ വിളിച്ച് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ ബന്ധിപ്പിച്ചത് ആരായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ശക്തമായ റോളാണ് പ്രിയദർശിനി രാംദാസ്. എത്ര സീനിൽ എത്തുന്നു എന്നതിലല്ല, ഏത് സീനിൽ എങ്ങനെ എവിടെ വന്ന് എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. എന്റെ സിനിമ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ്. ആദ്യമായിട്ടാണ് തുടർ സിനിമകളിൽ ഞാൻ അഭിനയിച്ചത്. പ്രത്യേകിച്ച് റെഫറൻസും പഠനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൂസിഫർ തന്നെ പലതവണ കണ്ടു. ബേസ് മനസ്സിലാക്കുകയായിരുന്നു. നല്ല ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതാണ് അതിലേറ്റവും വലിയ കാര്യം. തനിക്ക് എന്ത് വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുള്ള ആളാണ് പൃഥ്വിരാജ് കുമാരൻ. അത് എങ്ങനെ തന്റെ ആർട്ടിസ്റ്റുകളിൽ നിന്ന് എടുക്കാമെന്നും അദ്ദേഹത്തിന് അറിയാം. നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജ് എന്താണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്താൽ മാത്രം മതി. പൃഥ്വിരാജ് എന്ന നടനൊപ്പം പ്രവർത്തിച്ച പരിചയം എനിക്കില്ല. പക്ഷേ ഞാൻ കൂടെ വർക്ക് ചെയ്ത സംവിധായകരിൽ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ആദ്യം 5-ൽ തീർച്ചയായും പൃഥ്വിരാജ് ഉണ്ടാകും. ആളുകളെ പോലെ തന്നെ താനും തിയേറ്ററിൽ എമ്പുരാൻ കാണാൻ എക്സൈറ്റഡ് ആയിരുന്നെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. സിനിമ എന്താണെന്ന് അറിയാനും കാണാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാൻ അത് കണ്ടില്ല. ഞാൻ അഭിനയിച്ച പോർഷനെ കുറിച്ച് അല്ലാതെ എനിക്കൊന്നും അറിയുകയുമില്ലായിരുന്നു. സിനിമ പ്രേക്ഷകർക്കൊപ്പം തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അതേസമയം മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തിയിരുന്നു. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചിരുന്നത്. താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എമ്പുരാനിലേതെന്നാണ് മഞ്ജു നേരത്തെയും പറഞ്ഞത്. പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതുതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ. PK രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനിയെ പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നുവെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എമ്പുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷമാണ് എനിക്കുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ്, മുരളി ഗോപി, ആന്റണി പെരുമ്പാവൂർ, എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ്. ലാലേട്ടനൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളുടേതാണ്. അതിലെനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട്. വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് പ്രിയദർശിനി. പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എമ്പുരാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എന്താണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാനിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും. കാരണം അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനേക്കാൾ ഉപരി എന്ത് വേണ്ട എന്നതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയാണ്. രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിട്ടും വളരെ സന്തോഷം തരുന്ന, വളരെ പ്ലഷറുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീണ്ടും ലൂസിഫറിന് ശേഷം രാജുവിന്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും
വലിയ സന്തോഷമാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. അതേസമയം തിരിച്ചുവരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് ലൂസിഫറിലേത്. പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങിയിരുന്നു. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ഇത്. എമ്പുരാനിലെ പ്രിയദർശിനിയായി മഞ്ജു വീണ്ടും എത്തിയപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. മഞ്ജുവിന് ലൂസിഫറിലും എമ്പുരാനിലും മേക്കപ്പ് ചെയ്തതിനെക്കുറിച്ച് നേരത്തെ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരും സംസാരിച്ചിരുന്നു. ലൂസിഫറിന്റെ ക്യാരക്ടർ ബ്രീഫിംഗ് എന്നോട് ആദ്യം മെൻഷൻ ചെയ്തത് മഞ്ജു ചേച്ചിയുടെ കാര്യമാണ്. മഞ്ജു വാര്യരുടെ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ എലഗന്റ് ഫീൽ വേണം. ഇതുവരെ മഞ്ജു ചേച്ചിയെ പ്രസന്റ് ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടെ ബോൾഡാണ്. രാജു എന്നോട് ആദ്യം പറഞ്ഞ റെഫറൻസ് വില്ലൻ സിനിമയിൽ മഞ്ജു ചേച്ചിയുടെ ലുക്കാണ്. ആ ലുക്കാണ് എന്റെ മനസ്സിലുള്ളതെന്ന് രാജു പറഞ്ഞു. അത് ശ്രീജിത്താണ് ചെയ്തതെന്ന് മഞ്ജു ചേച്ചി പറഞ്ഞിരുന്നു. വില്ലൻ ചെയ്യുന്ന സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിന് കുറച്ച് എലഗൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്തുകൊണ്ട് സീറോ മേക്കപ്പ് ലുക്ക് കൊടുക്കുകയെന്ന് അന്ന് പറഞ്ഞത്. അത് ബുദ്ധിമുട്ടാണ്. അത് ആക്ടറുടെ ഫീച്ചറുകൾ മനസ്സിലാക്കണം. എല്ലാം പ്രീ പ്ലാൻ ചെയ്താൽ ഈസിയാണെന്നും ശ്രീജിത്ത് ഗുരുവായൂർ വ്യക്തമാക്കിയിരുന്നു. എമ്പുരാനിലെ മഞ്ജുവാരുടെ കഥാപാത്രത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് നൽകിയത്. നടി അടുത്തിടെ ചെയ്ത സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം പ്രാധാന്യം കുറഞ്ഞ റോളുകളാണ് ചെയ്തിരുന്നത്. രജനികാന്ത് ചിത്രം വേട്ടയാനിൽ മഞ്ജുവിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആരാധകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അജിത് ചിത്രം തുനിവിലും പ്രാധാന്യം കുറവായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ മുഴുനീള റോളാണ് മഞ്ജുവിനെന്ന സൂചനയുണ്ട്. എമ്പുരാനിൽ തന്റെ കഥാപാത്രം ചെറുതാണെന്ന് സാനിയ അയ്യപ്പൻ അടുത്തിടെ പറഞ്ഞിരുന്നു. മഞ്ജുവാരുടെ മകളായാണ് ചിത്രത്തിൽ സാനിയ അഭിനയിച്ചത്. മഞ്ജുവിന് പ്രാധാന്യം കുറയുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നെങ്കിലും എമ്പുരാൻ ഇറങ്ങിയതോടെ ശക്തമായൊരു സ്ത്രീയെയാണ് തനിക്ക് ലഭിച്ചതെന്നാണ് ആരാധകർ പറഞ്ഞത്. ഒന്നിട പിറകെ ഒന്നായി സിനിമകളിലായി കരിയറിലെ തിരക്കുകളാണ് മഞ്ജു വാര്യർ. എമ്പുരാൻ മുന്നേ ഇറങ്ങിയ ഫൂട്ടേജ് അത്ര കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. മലയാളത്തിൽ നിലവിൽ മഞ്ജുവിന് ഒരു ഹിറ്റ് സിനിമ അനിവാര്യമായിരുന്നു. താരത്തിന്റെ അടുത്ത കാലത്തായി ഒരു മലയാള സിനിമയും ഹിറ്റായിട്ടില്ല എന്നതാണ് അതിന് കാരണം. എന്നാൽ തമിഴിൽ ചെയ്യുന്ന സിനിമകൾ ഹിറ്റാകുന്നുണ്ട്. എന്നാൽ മഞ്ജുവിന്റെ ആരാധകർക്ക് ആ നിരാശയെല്ലാം മാറ്റിയ സിനിമ തന്നെയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്.